നൗഷാദ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4th ചാപ്റ്റർ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. അതിലെ എക്സസൈസ് 4.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇക്വേഷൻ വാല്യൂ സേ വെദർ ദ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. അതിനകത്ത് ഒരു 11 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് എന്താണ് അതിനൊരു വാല്യൂവും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോ ചെയ്യുക. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാവും. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരുന്നു ക്വസ്റ്റ്യനകത്ത്? x+3 ഇസ് ഈക്വൽ ടു 0. പിന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താണ് തന്നിരിക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിതാ ഇതിനെ എന്തായിട്ട് ഇങ്ങ് എടുക്കും? LHS ആയിട്ട് ഇങ്ങ് എടുക്കും. എന്തായിട്ടാണ് എടുക്കുന്നത് അതിനെ? LHS. അപ്പോൾ നമുക്കതെടുത്ത് എഴുതാം. LHS ഇസ് ഈക്വൽ ടു x+3. ഓക്കെ, ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ഈ എക്സിന് ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ എക്സിന് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്ത് കിട്ടും നമുക്ക്? എക്സിന് ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 3, പിന്നെ ബാലൻസ് എന്താണ് ഇവിടെ കിടക്കുന്നത്? +3. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 അല്ലേ. അപ്പോൾ നമ്മുടെ RHS ആരാണ് ഇവിടെ? 0 ആണ്. ഇതിനെ നമ്മൾ എടുക്കുന്നത് LHS ആയിട്ടും ഇതിനെ നമ്മൾ എടുക്കുന്നത് എന്തായിട്ടാണ്? ഈക്വൽ സൈനിന് ശേഷമുള്ളതിനെ RHS ആയിട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ LHS ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? 6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. പക്ഷേ RHSൽ എന്താണ് കിടക്കുന്നത്? 0 അല്ലേ. RHS ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല. LHS ഇസ് നോട്ട് ഈക്വൽ ടു RHS അല്ലേ. സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. ഇത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണോ കിട്ടുന്നത് ആൻസർ ആയിട്ട്? അല്ല. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? therefore നമ്മളടുത്ത് എസ് ഓ നോ അല്ലേ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം നോ. therefore വേണ്ട, no, the equation is not satisfied. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? x+3 ഇസ് ഈക്വൽ ടു 0. എക്സിന് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 0 ആണെന്നുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഈ പോർഷനെ നമ്മൾ എന്തായിട്ട് എടുക്കും? LHS ആയിട്ടും ഈക്വൽ സൈനിന് ശേഷമുള്ളതിനെ നമ്മൾ RHS ആയിട്ടും എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. LHS ഇസ് ഈക്വൽ ടു x+3. എക്സിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ കിടക്കുന്നത്? 0. അപ്പോൾ അത് നമുക്ക് എക്സിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ 0 + 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? 3 അല്ലേ. ഇവിടെ ഇനി RHS എന്താണ്? RHS ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കിക്കേ, ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 എന്നാണോ ആൻസർ കിട്ടിയത്? അല്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? LHS ഇസ് നോട്ട് ഈക്വൽ ടു RHS. അപ്പോൾ ഇപ്പോഴും എന്താണ് സംഭവിച്ചത്? നോ, ദ ഇക്വേഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ആ ഇക്വേഷൻ കറക്റ്റ് ആണോ? അല്ലല്ലോ. No, the equation is not satisfied. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് വൺ. x+3 ഇസ് ഈക്വൽ ടു 0 വേർ x ഇസ് ഈക്വൽ ടു -3 അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തത് കണക്ക് LHS എടുത്ത് എഴുതാം. LHS ഇസ് ഈക്വൽ ടു x+3. എക്സിൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? -3 അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ കൊടുക്കാം. -3 + 3. ഇനി നമ്മൾ നേരത്തെ ഇൻറ്റീജേഴ്സ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഡിഫറെൻറ്റ് സൈൻസ് വരികയാണെന്നുണ്ടെങ്കിൽ, മൈനസും പ്ലസും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ. മൈനസ് ചെയ്തതിന് ശേഷം ബിഗ്ഗസ്റ്റ് നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 3ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. ഇനി 0യ്ക്ക് പ്രത്യേകിച്ച് സൈൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 0യ്ക്ക് സൈൻ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ ആൻസർ?
നോക്കിക്കേ, നമ്മുടെ LHS is equal to RHS. കറക്റ്റ് അല്ലേ? കാരണം RHS എന്തായിട്ടാണ് നമ്മൾ എടുത്തത്? 0. അപ്പോൾ ഇത് തമ്മിൽ, അതായത് -3 + 3 LHS തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് തന്നെ ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ ആ ഇക്വേഷൻ കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? യെസ്, the equation is satisfied. ഓക്കെ, ക്ലിയർ ആയോ അപ്പോൾ എല്ലാവർക്കും? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? x - 7 is equal to 1 where x is equal to 7. അപ്പോൾ നമുക്ക് LHS ചെയ്യാം. LHS is equal to x - 7. ഇവിടെ xന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 7. അപ്പോൾ നമുക്കത് ചെയ്യാം. 7 എക്സിന് ഇട്ട് കൊടുക്കുക അല്ലേ ആ വാല്യൂ. അപ്പോൾ 7 - 7 എന്ത് കിട്ടിയ ആൻസർ? 0. ഇനി RHS എത്രയായിരുന്നു? 1. നോക്കിക്കേ, LHSഉം RHSഉം നമുക്ക് കറക്റ്റ് ആയിട്ടാണോ കിട്ടിയിരിക്കുന്നത്? ഇത് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 ആണോ വന്നത്? അല്ല, നമുക്ക് എന്താണ് വന്നത്? 0 ആണ് വന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? LHS is not equal to RHS. LHSന്റെ ആൻസർ തന്നെ അല്ലല്ലോ വന്നിരിക്കുന്നത് RHSൽ. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? LHS is not equal to RHS. അപ്പം നമുക്ക് എന്തെന്ന് പറയാം? No, the equation is not satisfied. നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷൻ കണ്ടോ, ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിത് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 എന്നല്ല ആൻസർ കിട്ടിയത്, നമുക്ക് എന്താ കിട്ടിയത്? 0 എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ? അല്ല, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി 5th ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? x - 7 is equal to 1 where x is equal to 8. അപ്പം നമുക്ക് LHS എടുക്കാം. LHS is equal to x - 7. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 8. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. 8 - 7 is equal to 1. ഇനി നമ്മുടെ RHSൽ എന്താണ് കിടക്കുന്നത്? RHS is equal to 1. നോക്കിക്കേ, LHSഉം RHSഉം ഒരേപോലെ ആയില്ലേ? അതായത് ഇത് തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? യെസ്, the equation is satisfied. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? LHS is equal to RHS. ഇത് എഴുതാൻ വിട്ടുപോയി കേട്ടോ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 6th one. 5x is equal to 25 where x is equal to 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LHS എടുക്കണം. LHS is equal to 5x. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ് കൊടുത്തിരിക്കുന്നത്? 0 അല്ലേ? അപ്പോൾ നമ്മളത് എക്സിന് ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 5 × 0. അപ്പോൾ 5 zeros എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 0. ഓക്കെ, ഇനി നമ്മുടെ RHSൽ എന്താണ് കിടക്കുന്നത്? RHS is equal to 25. നോക്കിക്കേ, LHSഉം RHSഉം ഒന്നാണോ കിട്ടിയിരിക്കുന്നത്? അല്ല. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? LHS is not equal to RHS. അങ്ങനെ വന്നാൽ എന്താണ്? No, the equation is not satisfied. ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അന്നേരം? അല്ല, നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് 5xന്റെ ആൻസർ 25 കിട്ടണമെന്നാണ്. പക്ഷെ അങ്ങനെ വന്നോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 5x is equal to 25 where x is equal to 5. അപ്പം നമുക്ക് എടുക്കാം. LHS is equal to 5x. ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 5. അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. 5 × 5. ഈ 5x എന്ന് പറഞ്ഞാൽ എന്താണ്? 5 × x ആണ് 5x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ 5 × എക്സിൻ്റെ വാല്യൂ ആയ 5 ഇവിടെ കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ 5 5 എത്രയാണ്? 25. ഓക്കെ, ഇനി നമ്മുടെ RHS എന്താണ്? RHS is equal to 25. അപ്പോൾ ഇവിടെ LHSഉം RHSഉം ഒന്നായില്ലേ? അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം LHS is equal to RHS. അതിനർത്ഥം എന്താണ്? യെസ്, the equation is satisfied. ക്ലിയർ ആയ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5x is equal to 25 where x is equal to -5. ഓക്കെ, ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് തന്നിരിക്കുന്നത്? -5 എന്നാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. LHS is equal to 5x
ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ് -5. അത് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി 5 ഇൻറ്റു -5 5 5 സാർ എത്രയാണ് 25. പിന്നെ എന്താണ് ഇൻറ്റീജേഴ്സ് ചാപ്റ്ററിൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഇവിടെ പ്ലസും ഇവിടെ മൈനസും വന്നു കഴിഞ്ഞാൽ പ്ലസ് ഇൻറ്റു മൈനസ്. എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ? ഇതല്ലേ നമ്മൾ ഇൻറ്റീജർ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എന്താ ഇട്ട് കൊടുക്കേണ്ടുള്ളത്? മൈനസ് അല്ലേ? 5 5 are 25, then plus into മൈനസ് മൈനസ്. അപ്പോൾ -25 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇനി RHS എടുത്ത് എഴുതാം. RHS is equal to 25. അപ്പോൾ രണ്ടും ഒന്നാണോ വന്നിരിക്കുന്നത്? ഇത് -25 ആണ്. ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? 25 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് എഴുതാം? LHS is not equal to RHS. അപ്പോൾ നമുക്ക് എന്താണെന്ന് എഴുതാം? നോ, the equation is not satisfied. ക്ലിയർ ആയോ അത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 9th ക്വസ്റ്റ്യൻ? m/3 is equal to 2 where m is equal to -6. ഓക്കെ, നമുക്ക് LHS ചെയ്യാം. LHSൽ എന്താണ് കിടക്കുന്നത്? m/3. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ എമ്മിന് -6 ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പം നമുക്കത് ചെയ്യാം. -6/3. ഓക്കെ, ഇതിന് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 3 2s are 6. അപ്പം എന്ത് കിട്ടി നമുക്ക്? -2. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതെടുത്ത് ഇടാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി RHSൽ എന്താണുള്ളത്? 2 അല്ലേ? അപ്പം നോക്കിക്കേ, LHSും RHSും ഒന്നാണോ കിട്ടിയത്? അല്ല. അപ്പം നമുക്കിവിടെ എടുത്ത് എഴുതാം LHS is not equal to RHS. അതിനർത്ഥം എന്താണ്? നോ, the equation is not satisfied. ക്ലിയർ ആയോ? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 ആണോ കിട്ടിയത് ആൻസർ? അല്ല, നമുക്ക് എന്താണ് കിട്ടിയത്? -2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ആ ഇക്വേഷൻ കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, ഇനി നമുക്ക് 10th വൺ ചെയ്യാം. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്താണ് കൊടുത്തിരിക്കുന്നത്? 0 അല്ലേ? അപ്പോൾ LHS is equal to m/3. അതായത് എമ്മിൻ്റെ വാല്യൂ എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്? 0. 0/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. RHSൽ എന്താണ് കിടക്കുന്നത്? RHS is equal to 2. അപ്പോൾ രണ്ടും ഈക്വൽ ആണോ? അല്ല. LHS is not equal to RHS. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? നോ, the equation is not satisfied. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലേ? അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? m/3 is equal to 2 where m is equal to 6. ഇവിടെ എന്താണ് എമ്മിന് വാല്യൂ തന്നിരിക്കുന്നത്? 6 എന്നാണ് അല്ലേ? അപ്പോൾ LHS is equal to m/3. എമ്മിന് നമുക്ക് 6 ഇട്ട് കൊടുക്കാം. 6/3 കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആൻസർ? 2. ഇനി RHSൽ എന്താണ് കിടക്കുന്നത്? RHS is equal to 2. അപ്പോൾ നോക്കിക്കേ, LHSും RHSും ഒന്നല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? LHS is equal to RHS. അതിനർത്ഥം എന്താണ്? യെസ്, the equation is satisfied. ക്ലിയർ ആയോ? അപ്പോൾ പഠിപ്പിച്ചത് എല്ലാവർക്കും തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇത് തമ്മിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും